താങ്ക് യു ജെയിംസ്. ഞാൻ പലത് ലാറ്റക്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. നമ്മൾ ഇന്ത്യയിലെ മൊത്തം പ്രൊഡക്ഷൻ്റെ 10% to 12% ലാറ്റക്സ് ആയിട്ടുണ്ടാകും. ലാറ്റക്സ് സെൻട്രൽ ലാറ്റക്സ് അതിൻ്റെ ഇതാണ് നമ്മളിപ്പം ഈ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 1,00,000 ടൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അത് തന്നെ കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. കുറച്ചൊരു ഇമ്പോർട്ടും ഉണ്ട്, കുറച്ച് എക്സ്പോർട്ടും ഉണ്ട്. ഞാനിപ്പം നമ്മള് സബ്ജക്ട് പറയുന്നത് ഫ്യൂച്ചർ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഇന്നിപ്പോ രാവിലെ പത്രം നോക്കിയപ്പോൾ 2 ന്യൂസ് സൈറ്റുകൾ. ഒന്ന്, കൊമേഴ്സ് മിനിസ്റ്റർ ശ്രീ ഗോയൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ സബ്സിഡി ആൻഡ് പ്രൊട്ടക്റ്റഡ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും നടക്കുകയില്ല. India will have to move forward. That means we cannot depend on the government. മുമ്പ് പറഞ്ഞവരും MP ഒക്കെ പറഞ്ഞത് നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് നോക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് നമുക്ക് നോക്കുക വേണ്ട. അതുപോലെ കഴിഞ്ഞ ആഴ്ച കൊമേഴ്സ് മിനിസ്റ്റർ കൊച്ചിയിലുണ്ടായിരുന്നു. അന്നേരം അവിടെ വെച്ച് തന്നെ കർഷകരുടെ പ്രതിനിധി ഒരു മെമ്മറാണ്ടമായിട്ട് മിനിസ്റ്റർ എടുത്ത ഈ സബ്സിഡി മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ പറഞ്ഞു. പുള്ളി അങ്ങനെ തന്നെ അത് നിർത്തി. അത് വേണ്ട, ഇങ്ങോട്ട് വേണ്ട, അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ടല്ലോ. അതൊരു ന്യൂസ് ആയിട്ട് ഇന്നാണ്. പിന്നെ രണ്ടാമത്തെ ന്യൂസ് ആയിട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നത് ഇന്ത്യ ഇസ് ദ 3rd largest consumer in the world. ആക്ച്വലി നമ്മുടെ നോക്കുകയാണെങ്കിൽ വി ആർ സെക്കൻഡ് ആഫ്റ്റർ ചൈന. ഇന്ത്യ ഇസ് ദ ബിഗസ്റ്റ് കൺസ്യൂമർ for consumer. നമ്മുടെ മിഡിൽ ക്ലാസ് ഗ്രൂപ്പ് തന്നെ 300 മില്യണിൽ കൂടുതലാണ്, which is more than American middle class American population. So you're talking about much higher. You're talking about much higher consumer base in India. അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ പെർ ക്യാപിറ്റ റബ്ബർ കൺസംഷൻ ഈസ് ഓൺലി 800 grams, while the same thing America or European Union or any other Western countries, the consumption per head of rubber is 12 to 14 kilograms. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പൊട്ടൻഷ്യൽ. നമ്മളീ പറഞ്ഞ വില കൂട്ടണം മറ്റേ ഇതെല്ലാം പറഞ്ഞാലും ബാക്കിയായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൺസംഷൻ ഓഫ് റബ്ബർ അത് കൂട്ടാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലരും പറഞ്ഞു, ഇപ്പൊ പറഞ്ഞവിടെ റബ്ബർ പാർക്കിൽ എല്ലാം അടഞ്ഞെടുക്കാണ്, വർക്കിംഗ് അല്ല, നമുക്ക് ഇത് വാല്യൂ അഡീഷൻ വേണം പറഞ്ഞു. നമ്മുടെ വാസ്തവത്തിൽ നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാല്യൂ അഡീഷൻ ആണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് increasing our demand for rubber as well as income. നമ്മുടെ വില കൂട്ടാനും എല്ലാത്തിനും റബ്ബർ കൺസംഷൻ കൂട്ടാണ്. പുതിയ ഇൻഡസ്ട്രീസ് പലതും വന്ന് ഫെയിലായി. അതിൻ്റെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് റബ്ബർ പാർക്കിൽ അണി കിടക്കുന്നു, അതിൽ വിൽക്കാൻ നഷ്ടം ചെയ്യിക്കാൻ പറ്റുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കണം. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ വളരെ മൈന്യൂട്ട് ലെവലിലാണ് പോകുന്നത്. നമ്മൾ സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് അത് നടക്കാതെ വരും. നമുക്ക് നോക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിനായിട്ട് ലാർജ് സ്കെയിൽ വയബിൾ എക്കണോമിക്കൽ ഔട്ട്സോഴ്സിങ് ആണ് വേണ്ടത്. നമുക്കൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ തന്നെ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ടയറിൻ്റെ അല്ലാതെ ബാക്കി നോക്കുകയാണെങ്കിൽ ഗ്ലോസ് ഓർ എനി അതർ പ്രോഡക്റ്റ് എല്ലാം വളരെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ്സ് ഒക്കെ doesn't become viable. അതേസമയം പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ 100 million പീസസ് അവിടെ നമ്മളിവിടെ 10 million ആണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നമ്മുടെ മെയിൻ തിങ് ഞാൻ പറയുന്നപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് കൺസംഷൻ കൂട്ടുകയാണ്. കൺസംഷൻ കൂട്ടിയാലേ റബ്ബറിൻ്റെ ഫ്യൂച്ചർ ഉണ്ട്. ബാക്കി ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ അതുപോലെ തന്നെയാണ്. ദാറ്റ് ഇസ് എ ഡിഫറൻറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും കൺസംഷൻ കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ ആവറേജ് കൺസംഷൻ ഇപ്പോഴും 1.2 kg. അപ്പൊ അത് കൂടാനുള്ള സാധ്യതകൾ കുറയാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ 40% ഡെഫിസിറ്റ് ആണ്.
ഗ്ലോബലി ഓൾസോ സോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടി എൻഡന്റ് ആയിട്ട് വരും. ഓക്കെ, താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടേലർ ആറുകളും ജോയിന്റ് ഡയറക്ടറായതുകൊണ്ട് ഡയറക്ടർ ട്രെയിനിങ്ങിന്റെ ചാർജുണ്ട്. ഞാൻ ഒരു കാര്യം ഈ ഫ്യൂച്ചറിന്റെ കാര്യം പറയുമ്പോൾ 100% ഫ്യൂച്ചറുണ്ട്. ഇപ്പൊ പല ആൾക്കാർ പറഞ്ഞ ഈ ഡേറ്റാസ് ടോട്ടൽ പ്രൊഡക്ഷൻ 8.5 lakhs, 14.5 lakhs ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് സപ്ലൈ അറൌണ്ട് 2.5 lakhs. ഇനി ഇൻക്രീസ് ചെയ്യും. എല്ലാ ടയർ കമ്പനിയും എവറി ഇയർ ഇൻക്രീസിംഗ് യൂണിറ്റ്, പുതിയ പുതിയ യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സപ്പോസ് വേൾഡ് ലെവലിലും ഇന്ത്യ ലെവലിലും നാച്ചുറൽ റബ്ബർ ഡെഫിനറ്റ് ആയിട്ട് ഡിമാൻഡ് ഉണ്ട്. സിന്തറ്റിക് റബ്ബർ പറഞ്ഞു, സിന്തറ്റിക് റബ്ബർ പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. പെട്രോളിയം പ്രോഡക്റ്റ്, പെട്രോളിന്റെ വില കൂടെ 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 ഇത് പ്രൊഡക്ട്സ്, ഇത് നാച്ചുറൽ റബ്ബർ മാത്രം ആൾക്കാർ. സോ അതുകൊണ്ട് നാച്ചുറൽ റബ്ബർ സംബന്ധിച്ചോളം ഹൈ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഈ കേരളം 40-30 റബ്ബർ ബോർഡ് ഇവിടെ വന്നിട്ട് പതിക്കുള്ള ഈ പ്രോസസ്സിംഗ് ഫീൽഡ്, കർഷകരുടെ ഫീൽഡ്, ഫാക്ടറിന്റെ ആൾക്കാരെ സംബന്ധിച്ചുകൊണ്ടാണ് ഫീൽഡിൽ പോയ ആളാണ്. അതുകൊണ്ടാണ് പറയുക, പണ്ടിന് പറഞ്ഞ 40-50% ക്വാളിറ്റിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഷീറ്റ് ആയാലും ഈ ലാറ്റക്സ്, സെൻട്രിഫ്യൂഷൻ ലാറ്റക്സ് ആയാലും ബ്ലോക്ക് റബ്ബർ ആർക്ക് വേണ്ടാന്ന്. ഇപ്പോൾ മാക്സിമം ടയർ കമ്പനി ബ്ലോക്ക് റബ്ബർ ISNR എടുക്കുന്നത്. ദാറ്റ് മീൻസ് അത്ര ക്വാളിറ്റി കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ എവിടെ പോയാലും പറയും, ഈ നല്ല ക്വാളിറ്റി ഉണ്ടായാൽ 100 പോണ് ആൾക്കാർ ചെയ്യും. മോശം ക്വാളിറ്റി ഉണ്ടായാൽ വി ഹാവ് ടു ടെലിഫോൺ ടു ദോസ് പീപ്പിൾ ടു ടേക്ക് അവർ മെറ്റീരിയൽ. സോ അങ്ങനത്തെ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് കാർഡിൽ 1 രൂപ കൂട്ടിയെടുക്കാനായി കഴിയും. ഇപ്പൊ ടയർ കമ്പനി ഷീറ്റ് ഇപ്പോൾ കേരളത്തിൽ ആരും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഈ ഈസി ഗോയിങ് ബിസിനസ്. ഈസി ഗോയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് ഈ നേരെ പാലെടുത്തിട്ട് ഈ പാലാക്കിയിട്ട് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട്. അതല്ല, ഈ ആദ്യം ഷീറ്റ് അടിക്കാനായിട്ട് പാലുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഷീറ്റ് കുറയും. സോ ടാപ്പിംഗ് ആൾക്കാരാണ്. അതുകൊണ്ട് റബ്ബർ ബോർഡ് ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്, സെൽഫ് ടാപ്പ്. സ്വന്തമായിട്ട് സെൽഫ് ടാപ്പിംഗ് ചെയ്യാനായിട്ട്. ഈ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ട, ഒട്ടുപാട് തന്നെ നല്ല ഡിമാൻഡാണ്. ഞാൻ പറഞ്ഞതുപോലെ ബ്ലോക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡുണ്ട്. അതുകൊണ്ട് ഒട്ടുപാട് ചെയ്തി രാവിലെ പോയിട്ട് വെട്ടിയിട്ടാൽ മതി, 3-ാം പക്കം എടുത്ത് ഉണക്കി കൊടുത്താൽ മതി, നല്ല റേറ്റ് കിട്ടും. സോ അങ്ങനെ സെൽഫ് ടാപ്പിംഗ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് തേയി വിട്ട വേണ്ടല്ലോ, നമുക്ക് റബ്ബർ ബോർഡിൽ ഒരു സ്കീം ഉണ്ടല്ലോ, LFT, ലോ ഫ്രീക്വൻസി ടാപ്പിംഗ്, അത് ചെയ്യാൻ. പിന്നെ മാക്സിമം ഓട്ടോമേഷൻ ചെയ്യാൻ. സോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധനം ആൾക്കാർ ടയർ കമ്പനി 100%. പിന്നെ ഇത് സംബന്ധിച്ചും ഈ പ്രോഡക്റ്റ് സാർ പറഞ്ഞതുപോലെ, സതീഷ് സാർ പറഞ്ഞതുപോലെ ഈ ഹൈദരാബാദ് ബലൂൺ കമ്പനി ഉണ്ട്, അതിന്റെ ബോർഡ് മെമ്പറാണ് റബ്ബർ മാർക്ക്. സോ ഇന്ത്യ മൊത്തം നമ്പർ 1 ആണ്. അതുപോലെ ഈ മറ്റേ കൊറിയൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. സോ മൊത്തം അടിച്ചിട്ടില്ല, അത് പറഞ്ഞതുപോലെ തന്നെ സമ്മതിക്കില്ല, കാരണം ഹൈദരാബാദ് ഭാഗത്ത് പോരാറില്ല. അതുപോലെ ഒരുപാട് ഗവൺമെന്റ് സ്റ്റേറ്റും സെൻട്രൽ കൂടിയിട്ട് ഇത് കൺസിസ്റ്റന്റ് കൂടി ഓട്ടോമാറ്റിക് മാർക്കറ്റ് റേറ്റ് കൂടും. ഇന്റർനാഷണൽ നമുക്ക് നമ്മളുടെ റേറ്റ് കൂടും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ നാച്ചുറൽ റബ്ബർ സംബന്ധിച്ചോളം നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് പറയാം. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. കൊണ്ടാണ് Good afternoon to all. So, regarding processing of rubber, I will just have an overview. Out of the total 100%, around 65% is processed into sheet rubber from latex. Around 22% goes to block rubber from the field coagulum, and around 12% goes to latex concentrates. This is, and another 2.5% as the other, like acid brown cream and paint latex cream, etc. This is the general production of rubber, primary processing of rubber. So we have around 50
50 units of block rubber processors, around 60-65 units of latex processors. And of course, we know sheet is a household production. And the sheet, now a lot of GPCs we have developed, rubber board has taken a lead in that. So around 500 sheets per day, group processing units have been set up around throughout Kerala and also in the Northeast. And now we have even developed somewhat a better mechanized trolley type arrangement for sheet processing that can process up to 1 tons of sheet per day. So that these operations we are doing just for, because the sheet is a highly non-homogeneous, like it is a household product. Each sheet is varying in quality. So to create some consistency and uniformity in the product, rubber board is promoting this group processing activity. And then finally the wood processing. So after the productive life of rubber is over, the whatever remaining is the wood, and the wood is available around 100 meter cube of wood will be available from each hectare of rubber plantation, around 100 meter cube. At present, around 600 loads of rubber wood are being consumed by the consuming units like peeling, packing case, and small amount of processing plywood. These are consuming the 600 and odd loads every day of rubber wood. So that is also creating to the economy of rubber cultivation, and around every farmer, even with the 105 clone, which is not a very sturdy wood system, even with that around 0.5 meter cube, half a meter cube per tree. So around, considering 200-250 trees in a hectare, you get around 100 meter cube. So these are the general processing activities going on. Thank you very much. Questions are awaited. താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോൾ ഷീറ്റ്, ഫിനിക്സ്, ബ്ലോക്ക്, റബ്ബർ ബോട്ട്, എത്ര പെർസെൻറ്റേജ് അവിടെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് കളക്റ്റീവിനെ ഈ നമ്പേഴ്സ് ഒക്കെ എന്ത് അർത്ഥം ഉണ്ടാകുന്നു എന്നുള്ളിടത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ജോയി, വീട്ടിലെ പശു പുല്ല് തിന്നുമോ എന്ന് വളരെ ക്യുക്കായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. പണ്ട് കാരണന്മാർ പറയുന്നത് പല തുള്ളി പെരുവെള്ളം, അത് വളരെ കറക്റ്റാണ്. നമുക്ക് റബ്ബർ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് പറ്റുള്ളൂ. നമ്മളെ ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്തില് 1 കിലോ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ഗ്രാം ആസിഡിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ സാധാരണ എല്ലാ ഗ്രോവേഴ്സും 9 ഗ്രാം എങ്കിലും ആസിഡ് ചേർത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ആസിഡ് കുറച്ചാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും, ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് നമ്മൾ സെയിൽ പ്രൈസ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കിയാൽ RSS4 മാത്രമേ ഉണ്ടാക്കാവൂ. നിർബന്ധം പഠിക്കണം. RSS4 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ അഡീഷണൽ സാധനം വേണ്ട, നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു സ്മോക്ക് ഹൗസ് ഉണ്ടാക്കാൻ എല്ലാ ഗ്രോവേഴ്സും ശ്രമിക്കണം. ഞാൻ ഒരു ഗ്രോവറും കൂടെയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 4 ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോക്ക് ഹൗസ് വാങ്ങിച്ചിട്ട് 2 വർഷം കൊണ്ട് തന്നെ സ്മോക്ക് ഹൗസിന്റെ കോസ്റ്റ് എനിക്ക് റബ്ബർ ഷീറ്റിന്റെ വിലയിൽ റിയലൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഈ സാധാരണ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്മോൾ ഗ്രാവേഴ്സ് ആണല്ലോ അധികം, അവർ ആരും തന്നെ സ്മോക്ക് ഹൗസ് ഉപയോഗിക്കുന്നില്ല, കുറച്ച് ഷീറ്റ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് വിൽക്കുമ്പോൾ 3-4 രൂപ കുറച്ച് പാക്കേജ് കുറയുന്നത്. അതുകൊണ്ട് എല്ലാ പ്രൊഡക്ഷൻ റബ്ബർ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവരും RSS4 എങ്കിലും, RSS1X 1-2 ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ ടേക്കേഴ്സ് കുറവാണ്. RSS4 മതി. ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ളത് RSS4ലാണ്. അപ്പൊ RSS4 ഷീറ്റ് മാത്രമേ ഉണ്ടാക്കാവൂ. അതിന് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സ്മോക്ക് ഹൗസ് വേണം, അല്ലെങ്കിൽ മിനിമം ചിമ്മിനിയിലെങ്കിലും ഇട്ട് 4 ഷീറ്റ് ആയിട്ട് മാത്രമേ വിൽക്കാൻ ശ്രമിക്കാവൂ. അത് നമ്പർ 1. രണ്ടാമത്, ഇനി നമ്മളെ പ്രോസസ്സിലേക്ക് ഡോക്ടറിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഡയബറ്റിസ്റ്റുകാർക്ക് സാറ് പറഞ്ഞ പോലെ
സാർ പറഞ്ഞ പോലെ ബ്രോക്കർ താല്പര്യം നമ്മുടെ കൺസിസ്റ്റൻസി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ TSR കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ കാരണം സ്മോൾ റബ്ബേഴ്സിന്റെ കയ്യിലാണ് ഈ സ്ക്രാപ്പ് റബ്ബർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടുവാൻ കിടക്കുന്നത്. അത് മണ്ണിലിട്ടും ഒക്കെയാണ് ഉണക്കുന്നത്. അതിനകത്ത് കണ്ടാമിനേഷൻ കൂടുതലാണ്. എസ്റ്റേറ്റ് സ്ക്രാപ്പ് ആണെങ്കിൽ സ്ഥിതി മാറി. അപ്പൊ നമ്മള് ഈ TSR ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്യണം. ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ അല്പം ശ്രമിച്ചാൽ നമ്മുടെ TSRന്റെ എല്ലാ പാരാമീറ്റേഴ്സും എൻഹാൻസ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഈ നമ്മുടെ പ്രോസസ്സിങ്ങിൽ തന്നെ അല്പം ശ്രദ്ധിച്ചാൽ ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്കിമ്മിൽ നിന്ന് ബെറ്റർ ക്വാളിറ്റി സ്കിം റിക്കവറി ചെയ്യാനുള്ള മെത്തേഡ്സ് ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അധികം താമസിക്കുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മിക്കവാറും റിലീസ് ചെയ്തേക്കും. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത ലാറ്റക്സിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പൊ കോസ്റ്റ് കൂടുമെങ്കിലും നമുക്ക് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി റിസർച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അല്പം കൂടി നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് റബ്ബർ കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം